ഞാനിവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. എനിക്ക് ഇവളുടെ കൂടെ ജീവിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷം ഇവളുടെ കൂടെ പോകാനോ ഒരിടത്ത് ഭക്ഷണം നല്ലോണം കഴിക്കാനോ ഒന്നിനും എനിക്ക് പറ്റിയിട്ടില്ല. എല്ലാവരും എന്നെ ഹെൽപ്പാക്കണം. എൻ്റെ ഉമ്മയും വാപ്പായും കടവ് അറിയാൻ എല്ലായിടത്തും പോയി നിന്ന് കൈ നീട്ടണത്. ഇനിയൊരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ അടുത്തായിട്ട് ഞങ്ങൾ വന്നേക്കണത്. എനിക്ക് എൻ്റെ മോനും എൻ്റെ വൈഫ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കണതാണ്. അതിനെയും കൂടി കാണാനുള്ള ആയുസ് നിങ്ങൾ എല്ലാവരും കൂടി തന്നെ എനിക്ക് വേണ്ടി ദുആയും ചെയ്യണം. എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പാക്കണം. അസ്സലാമലൈക്കും. എൻ്റെ മകൻ മാരകമായ അസുഖത്തിന് കുടൽ സംബന്ധമായ മാരകമായ അസുഖം ബാധിച്ച് ട്രീറ്റ്മെൻറ്റിലാണ്. 3 മാസം കൂടുമ്പോൾ 60,000 രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നെക്കൊണ്ട് അതിന് യാതൊരുവിധ നിവൃത്തിയില്ല. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവിന് ഹാർട്ടിൻ്റെ അസുഖമുള്ളതാണ്. അറ്റാക്ക് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. സഹലിനും 3 വയസ്സായ ഒരു കുഞ്ഞുണ്ട്. 6 മാസം ഗർഭിണിയാണ് ആ മോള്. അള്ളാഹുവിനെ ഓർത്തിട്ട് എൻ്റെ മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണം. എല്ലാവരും കാണുന്നുണ്ടല്ലോ എല്ലാം. ഈ പൊന്നു മോൻ്റെ മുഖത്തൊക്കെ നിങ്ങൾ നോക്കിക്കാണേ. നമ്മുടെ ഷാഹിലിൻ്റെ മോനാണ് കേട്ടോ, ഒറ്റ മോനാണ്. പിന്നെ ഷാഹിലിൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ്. ഇത് ഉമ്മയാണ്, ഉപ്പയാണ്. നിരന്തരം പാട്ടിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ഇടുമ്പോൾ ഞാനങ്ങനെ ഓലിക്ക് വിളിച്ചപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങനെ എത്തിപ്പെട്ടതാണ് ഇവിടെ. ഇനി നിങ്ങൾ ആരും സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താവുന്നോ എവിടെ വെച്ച് തീരുന്നോ ഒന്നും എനിക്കറിയില്ല. പിന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എത്തിക്കുക, നമ്മളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ സഹായിക്കുക, അത്രേ ഉള്ളൂ. പഠിച്ചവന് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളോട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ എൻ്റെയൊക്കെ കുറച്ച് ഫോളോവേഴ്സും എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ മുമ്പിലിട്ട് എത്തിക്കുക, അത്രയല്ലേ എന്നെ കൊണ്ട് കഴിയുള്ളൂ. അപ്പോൾ കുടൽ മാറ്റി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുടൽ മാറ്റി വെക്കുന്നതിൻ്റെ മുമ്പ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ 2 മാസം കൂടുമ്പോൾ 60,000 രൂപത്തിലുള്ള ഇഞ്ചക്ഷനും അതുപോലെ ഹോസ്പിറ്റൽ ചിലവ് വേറെ. ഇപ്പം നിലവിൽ 2 ലക്ഷം രൂപ ഇപ്പോൾ ചിലവായിട്ടോ. അതൊക്കെ കടാണ്. ഈ ഇവിടെ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വാടക വീട്ടിലാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ദുരിതത്തിലാണ്. എനിക്കെങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയണില്ല കേട്ടോ. കാരണം നിങ്ങളെ ഓരോരുത്തരുടെ സഹായം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. 1 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും നിലക്ക് നമ്മൾ കൊടുത്തത് എന്തിനാന്നുള്ളത് പടച്ചവന് നന്നായിട്ട് അറിയാം, ദൈവത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് നമുക്ക് ഡബിളായിട്ട് തിരിച്ചു കിട്ടുന്നുള്ളതും എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ എല്ലാവരും സഹായിക്കണം ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തതിപ്പോൾ ഞാൻ പുതുതായിട്ട് ഒരാളും കൂടി വരാനുണ്ട്. ഷാഹിലിൻ്റെ ഭാര്യ ഗർഭിണിയാന്ന് പറഞ്ഞല്ലോ. ആ പുതിയ ഒരാളും ആ ഉപ്പാനെ ഒന്ന് നേരങ്ങത്തിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം, ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ ഹോസ്പിറ്റലിൽ നിന്നുള്ള പേപ്പറും കാര്യങ്ങളും കേട്ടോ. എല്ലാതും ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സഹായിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നെന്താ പറയുള്ളതെന്ന് അറിയോ, ഇവളെ ഉപ്പ മരണപ്പെട്ടിട്ടേ ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു സങ്കടം പോലും തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇവൾക്കും കുട്ടിക്കും ഈ ഷാഹിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊക്കെ പാട്ടിലൊക്കെ ഇങ്ങനെ പ്രാണന് അത് ഇതെന്ന് പറയാമെന്നല്ലാണ്ട് നേരിട്ടിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ട് അങ്ങനെയൊക്കെ. കാരണം ഇനി വേറൊരു ആശ്രയം ഇല്ല. ഇപ്പോൾ ഇവരുടെ ഉമ്മാക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇനി ഇവിടുത്തെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും ഒരാളേ ഉള്ളൂ, അത് ഷാഹിലാണ്. അപ്പോൾ എല്ലാവരും സഹായിക്കാതെ പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം നമുക്കൊക്കെ പെങ്ങന്മാരൊക്കെ ഉള്ളതല്ലേ. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കൊക്കെ വന്നു കഴിഞ്ഞാലേ എത്രത്തോളം ഉണ്ടാകുന്നില്ല നമ്മളൊന്ന് ആലോചിച്ചാൽ തന്നെ മതിയാവും. അപ്പോൾ എല്ലാവരും സഹായിക്കണം, പ്രാർത്ഥിക്കണം, കൈവിടരുത്, അത്രേ പറയാനുള്ളൂ. ആലപ്പുഴ ജില്ലയിൽ ചെറിയൊരു ഗ്രാമത്തിലാട്ടോ ഞാനിപ്പോൾ ഉള്ളത്. നാട്ടുകാരും അതുപോലെ ആശാവർക്കരും അതുപോലെ മെമ്പർമാരൊക്കെയാണ്. അപ്പോൾ ഈ കുടുംബം ഭയങ്കരമായൊരു അവസ്ഥയിലാണ്. എങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 26 വയസ്സാണ്, എൻ്റെ അതേ വയസ്സാണ്. എനിക്ക് 27ആണ്, എൻ്റെ അതേ വയസ്സാണ് ഇപ്പോൾ എനിക്കുള്ളത്. അപ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കാം. അരുക്കുറ്റി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ സുർമി കമറുദ്ദീൻ. സഹലും കുടുംബവും എനിക്ക് നേരിട്ട് അറിയാവുന്ന, വളരെ അടുത്തറിയാവുന്ന ഒരു കുടുംബമാണ്. വാപ്പ പറയുന്ന പോലെ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഉമ്മ സ്ഥിരമായി ജോലികൾ എടുത്താണ് കുടുംബം നോക്കിപ്പോരുന്നത്. സഹിലിനെ ഒരു ഭാര്യയും. നമസ്കാരം, ഞാൻ 5ാം വാർഡ് മെമ്പറാണ്. ഇപ്പോൾ സഹിലും കുടുംബവും എൻ്റെ വാർഡിലെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. സഹിലിൻ്റെ ഉമ്മ വീട്ടുജോലി എടുത്താണ് കുടുംബം പുലർത്തുന്നത്. എൻ്റെ പേര് ഷാനവാസ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ അരുക്കുറ്റി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ അയൽവാസിയും അടുത്ത സുഹൃത്തിൻ്റെ മകനുമായ സഹിൽ
കുടൽ സംബന്ധമായ രോഗത്താൽ വളരെയേറെ ക്ലേശം അനുഭവിക്കുന്നതാണ്. ഇതിന് ഈ ചികിത്സ താങ്ങാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന സുമനസ്സുകളെല്ലാം സഹലിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.